ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് ഹെസ് ബേബീസ് ലൈഫ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ 2 എഗ് വൈറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ട് ഞാൻ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പുട്ടിൻ്റെ ചില്ല് കാണാത്തതുകൊണ്ട് എനിക്കൊരു പരീക്ഷണം നടത്തേണ്ടി വന്നു റൈസ് കുക്കറിൽ. എന്തായാലും ഈ ഒരു സാധാ പാത്രത്തിലാണ് കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കിയെടുത്തത്. എന്തായാലും അത് വിജയിച്ചിട്ടുണ്ട്. കാണുമ്പോൾ ചിരട്ടപ്പുട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് ചിരട്ടപ്പുട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, സാധാ പുട്ടിൻ്റെ ആയിരുന്നു ഇത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഹെസ് ബേബിക്ക് വേണ്ടിയിട്ടൊരു ദോശ ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഗ് വൈറ്റ് കഴിച്ചോ ദോശ കഴിച്ചോ എന്നൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. വേണമെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ആ കക്ഷിയുടെ മൂഡ് അനുസരിച്ചാണ് കക്ഷി കഴിക്കുന്നത്. ഫുള്ളായിട്ടൊന്നും കഴിക്കുന്നുണ്ടാവില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കുത്തിത്തീറ്റിക്കാറാണ്. പിന്നെ വലുതായിട്ട് ഞാൻ അങ്ങനെ ഫോഴ്സ് ഫീഡിങ് ചെയ്യാറില്ല. അവളുടെ മൂഡ് അനുസരിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കാറുള്ളത്. ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ നമുക്ക് ഫോഴ്സ് ഫീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ ചെറിയൊരു ഇളം ചൂടുവെള്ളമാണ് ഞാൻ അവൾക്ക് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫുഡിന് ശേഷം. പിന്നെ ഒരു കുളിയൊക്കെ മൂപ്പര് പാസ്സാക്കിയതിന് ശേഷം പാല് കുടിക്കുന്നൊരു സീനാണ് കേട്ടോ നിങ്ങളിവിടെ കാണുന്നത്. ഇനി അയാൾക്കൊരു മെയിൻ ഹോബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡോറിൻ്റെ അവിടെ ചെന്ന് കാവൽ നിൽക്കലാണ് കേട്ടോ പരിപാടി. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ഖുർആൻ കേൾക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റിലീജിയസ് ഒക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഹെസ് ബേബിയുടെ പപ്പനെ പോയി കാത്തു നിൽക്കുകയാണ്. പപ്പ വരാത്തതിൻ്റെ ഫ്രസ്ട്രേഷനിൽ ആൾ ഭയങ്കര കരച്ചിലും വിളിച്ചിലും പിഴിച്ചിലും ഒക്കെയാണ്. പപ്പ ചില സമയത്ത് ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ അങ്ങോ ഇങ്ങോയൊക്കെ ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് എങ്ങനെ ഈ സമയം നോക്കാൻ അറിയാത്ത പ്രായത്തിൽ തന്നെ സമയം കൃത്യമായിട്ട് മനസ്സിലാവുന്നതെന്നാണ് എനിക്കിതുവരെ മനസ്സിലാവാത്തത്. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അവളെ കുളിപ്പിക്കുന്ന സമയം വെച്ചാണെന്ന് തോന്നുന്നു അവൾ മനസ്സിലാക്കുന്നത്. എനിവേ പപ്പ വരുന്നതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കതവ് തുറക്കുന്നതിന് മുന്നേ തന്നെ ആളവിടെ ചെന്ന് കാത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പപ്പ വന്ന ഉടനെ തോളത്ത് കയറി നേരെ താഴെ ഗ്രോസറിയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരാണ്ട് അവൾക്കൊരു സമാധാനം ഉണ്ടാവാറില്ല. അപ്പോൾ രണ്ടാളും പോയിട്ട് വന്നപ്പോൾ എനിക്ക് 2 ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഇക്കു ഫുഡ് കഴിക്കാണ്ടാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഉച്ച ഫുഡ് കഴിക്കുന്നത് ഇക്കു. അപ്പോഴേനും വീട്ടിലേക്ക് വരാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഉച്ചയ്ക്ക് പപ്പൻ്റെ കൂടെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. ചോറൊന്നും അങ്ങനെ ആൾ കഴിക്കാറില്ല. ചില സമയത്ത് മൂടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മൂഡിലാണ് ഫുള്ളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ മൂടുണ്ടെങ്കിൽ മാത്രം ചില സമയത്ത് ചോറും തൈരും ഒക്കെ കഴിച്ചെന്നിരിക്കും കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈവനിങ്ങിൽ വെറുതെ ഒരു ഡ്രൈവ് പോകാറുണ്ട്, അല്ലെങ്കിൽ ഒരു വാക്കിന് വേണ്ടി പോകാറുണ്ട്. അതും ഞങ്ങളെ മൂഡ് അനുസരിച്ചാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഹെസബിയുടെ മൂഡ് അനുസരിച്ച് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ